അപ്പോൾ കടികളെ അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് അപ്പോൾ നമ്മളെ ബാക്കിലുള്ളത് ചെക്ക് പോസ്റ്റാണ്. ചെക്ക് പോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ കേരി ചെക്ക് പോസ്റ്റാണ് കേട്ടോ. ഗോവ കർണാടക ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ നമ്മൾ കർണാടകയിൽ കടന്നിട്ട് അവിടുന്ന് കർണാടക ടു മഹാരാഷ്ട്രയിൽ കിടക്കുന്നതായിരിക്കും. ചെക്ക് പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം, കിടക്കാൻ സാധനമാണ്. അപ്പോൾ ഇതാണ് ചെക്ക് പോസ്റ്റ് വരുന്നത് കേട്ടോ. ഇതാണ് ചെക്ക് പോസ്റ്റ്. ഇവിടെ എന്തൊക്കെയുണ്ട്. ഇനി അങ്ങോട്ട് മലയാണ്. എന്തായാലും നമുക്ക് നേരെ പോവാം. അപ്പോൾ കടികളെ അപ്പോൾ നമ്മൾ ഗോവയിൽ നിന്ന് കർണാടകയിലേക്ക് വീണ്ടും കടന്നു കേട്ടോ. കർണാടകയിൽ നിന്ന് ഗോവയിലേക്ക് കടന്നിട്ട് വീണ്ടും ഗോവയിൽ നിന്ന് കർണാടകയിലേക്ക് കിടക്കണ്. അപ്പോൾ നമ്മൾ മല കയറി തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. മലയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. കഷ്ടപ്പാടാണ്, പക്ഷെ നമ്മൾ സഹിച്ചല്ലേ പറ്റും. നമ്മളൊരാഗ്രഹം സാധിക്കണ്ടേ. അപ്പോൾ കടികളെ നടന്ന് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ട് വയർത്ത് പട്ടിയായി. പക്ഷേ വേണ്ട, കുഴപ്പമില്ല, നല്ലൊരു സുഖം. ബാക്കിൽ ഇറക്കണ്ട, തള്ളി കയറ്റി വന്നോണ്ട് നിൽക്കുക. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാറ്റാ. ഇതിങ്ങനെ പോയി 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 എവിടെ വരെ എത്തുന്നൊരു പിടുത്തില്ല. ഫുള്ള് ഇപ്പളായി വയ്യാണ്ടേ. ഇപ്പോൾ 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററൊക്കെ ആയിട്ടുള്ളൂട്ടാ. എനിക്ക് എടുക്കാണ് 16 കിലോമീറ്ററോളം. ഇത് നോക്കാം എങ്ങനെ പോകാൻ പറ്റുന്നുള്ളു. നമ്മളെ നാട്ടിലൊക്കെ ഈ ബോഗൻവില്ലില്ലേ, ബോഗൻവില്ല ചെടി, നല്ല കടലാസ് പേപ്പർ പോലത്തെ പൂവുള്ളു. ആ കാട്ടിലത്തെ ബോഗൻവില്ലാണ് കേട്ടാ. ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് കാട്ടിലെ ബോഗൻവില്ല. അതിൻ്റെ ഇലകളും വ്യത്യാസം, ചെടി വ്യത്യാസം, മുള്ളൊക്കെ ഉണ്ട് മരത്തമ്മ. ബോഗൻവില്ല തന്നെ. ഓ നൈസ് കാറ്റം. ചേട്ടാ എന്നെ കൂടെ കൊണ്ടുപോ. ആര് കേൾക്കാൻ, എന്ത് കേൾക്കാൻ, ഏതെങ്കിലും ലോറി കിട്ടിയെങ്കിൽ സമാധാനം അതിനെ ഇടികള. അപ്പോൾ നമ്മൾ കുറേ ദൂരം ഇങ്ങനെ വന്നപ്പോൾ നല്ല അടിപൊളി കിടക്കാച്ച വ്യൂ പോയിന്റ്. അതിൻ്റെ ആ ഭാഗത്തായിട്ടൊരു ഡാമുണ്ട് കേട്ടോ. ഡാം നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല, പോണെങ്കിൽ കാണാൻ പറ്റുന്നു. നമ്മളിങ്ങനെ ഹൈ റേഞ്ച് ഹെയർ പിന്ന് കയറുമ്പോൾ ഇങ്ങനെ വണ്ടിക്ക് നിറഞ്ഞ ചെറിയ ഗ്യാപ്പ് കിട്ടില്ലേ, അതേപോലെ സ്ഥലം കിട്ടി. ഒന്നും പറയണ്ട. കണ്ടില്ലേ, വയർത്ത് ഉണ്ടപ്പരുവായി അമ്മാതിരി കയറ്റ് കളിക്കൊണ്ടിരിക്കണേ. എന്താ സുഖം ആ കാഴ്ചകളും കാടും. പക്ഷേ നമുക്ക് ചൂടല്ല അനുഭവം, പുഴുക്കാണ് കേട്ടോ, അതിൻ്റെ വയർപ്പാണ്. പിന്നെ ഇതൊക്കെ ഒരു വൈബല്ലേ, ലെവലൊക്കെ എവിടെ നിന്ന് കിട്ടുക. പൊളി സാധന, നേരെ പോവാമല്ലേ. സത്യം പറഞ്ഞ ഈ കയറ്റൊക്കെ തള്ളി കയറി വരുമ്പോൾ അങ്ങനെ ആകെ ഇതായി. വരുന്ന കഴിക്കുന്ന മലയുടെ മുകളിൽ നിന്ന് വെള്ളം വരുന്നു. ഒന്ന് കുറച്ച് കുടിച്ച് മോക്കും കഴിക്കിട്ടൊന്നും പോവാം. ഇതേ വരുന്നതല്ല, നിങ്ങൾക്ക് വെള്ളം തരാം. അവൾക്ക് നടന്ന് അങ്ങ് മോളീന്ന് ഒലിച്ച് വരണ്ട കേട്ടാ. നല്ല പ്യൂർ സാധനം. അല്ല മലമ്പാമ്പൊക്കെയുണ്ടോ എവിടെയും.